ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്തോത്രം. ഈ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിലൂടെ ഇന്ന് ഉച്ചകഴിഞ്ഞ സമയത്തും ദൈവത്തിൻ്റെ തിരുവചനവുമായി നിൽപ്പാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ച വലിയ കൃപയ്ക്കായി ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ഇതിൻ്റെ പ്രവർത്തകരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. കേൾവിക്കാരായി ഇന്ന് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. സ്തോത്രം. തിരുവചനത്തിൻ്റെ ആഴങ്ങളും മർമ്മങ്ങളും കേൾക്കുമ്പോൾ അതിനോട് പ്രതികരിക്കുവാനുള്ള ആ ആർജവം നാം ഈ ദിവസങ്ങളിൽ കാണിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ദൈവം നമ്മെ സഹായിക്കുന്നു, ദൈവം നമ്മെ സംരക്ഷിക്കുന്നു, ദൈവം നമ്മെ സൂക്ഷിക്കുന്നു, ദൈവം നമ്മെ പരിപാലിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവം നല്ലവനും വല്ലഭനുമായിരിക്കുന്നു. ആയതിനാൽ ദൈവത്തോട് നന്ദിയുള്ളവരായി നമുക്ക് ഈ ദിവസങ്ങളിലായിരിക്കാം. സ്തോത്രം. ഒരിക്കൽ കൂടി നിങ്ങളെ കാണുവാൻ, നിങ്ങളോട് സംസാരിപ്പാൻ ദൈവമടി എൻ്റെ ജീവിതത്തിൽ നൽകിയ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് ദൈവാത്മാവിൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച ഒരു തിരുവചനം വായിച്ചുകൊണ്ട് തിരുസന്നിധിയിരിക്കാൻ ഞാനും താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. ഉത്തമഗീതം 8-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. ഉത്തമഗീതം 8-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൻ്റെ ആദ്യ പാദം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: മരുഭൂമിയിൽ നിന്ന് തൻ്റെ പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോരിവൾ ആര്? സ്തോത്രം. നമുക്കറിയാവുന്ന കാര്യമാണ്. ഉത്തമഗീതം ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ തൻ്റെ ജ്ഞാനത്തിൽ നിന്ന് എഴുതപ്പെട്ട വളരെ മനോഹരമായ ഒരു കാവ്യമാണ് ഉത്തമഗീതം. ഉത്തമഗീതം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ആ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാകും. അത്രയും ഉത്തമമായത് മറ്റൊന്നുമില്ലാത്തത് കൊണ്ടാണ് ഉത്തമഗീതം എന്ന് അതിന് പേര് വരുവാൻ കാരണം. സ്തോത്രം. യേശുക്രിസ്തു ആകുന്ന മണവാളനെയും ദൈവസഭയാകുന്ന മണവാട്ടിയെയും സ്തോത്രം തങ്ങളുടെ ആ സ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ വെളിപ്പെടുത്തുന്ന മനോഹര കാവ്യം. പൊതുവെ ഉത്തമഗീതത്തിൽ നിന്ന് പൊതുവെ അങ്ങനെ ആരും പ്രസംഗിക്കാറില്ല. സ്തോത്രം. എന്നാൽ ദൈവാത്മാവ് ഈ ദിവസങ്ങളിൽ എൻ്റെ ഹൃദയത്തിൽ തന്ന ചില ചിന്തകൾ ദൈവജനവുമായി ഞാൻ പങ്കുവെച്ച് മുൻപോട്ട് പോരുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഉത്തമഗീതവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ഞാൻ തയ്യാറായത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ വചനങ്ങളിലേക്ക് കടന്നു ചെല്ലേണ്ടത് ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതങ്ങനെ ആരും പ്രസംഗിക്കാറില്ലാത്തത് കാരണം അതിൻ്റെ ഇതിവൃത്യം അത് വായിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് വേണ്ട പോലെ അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ സ്തോത്രം വ്യാഖ്യാനങ്ങളും ഒക്കെ ചേർത്ത് നമ്മളത് ഭക്തി പുരസ്സരം അത് വായിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ മറ്റു വ്യാഖ്യാനങ്ങൾ കടന്നു വരുവാനിടയുണ്ട്. അതുകൊണ്ടാണ് ഇത് അങ്ങനെ ആരും വായിക്കുകയും പഠിപ്പിക്കുകയും ഒന്നും ചെയ്യാത്തത്. എങ്കിൽ നമ്മൾ ഇത് വളരെ ഭക്തിപുരസ്സരം ഇത് വായിക്കുകയും അറിയുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ബന്ധം ഭാര്യാഭർത്തൃ ബന്ധമാണ്. അത്രയും ആഴമേറിയ ബന്ധം മറ്റൊന്നുമില്ല. മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം, മക്കളോടുള്ള ബന്ധം, സ്നേഹിതന്മാരോടുള്ള ബന്ധം, ഇതൊന്നും ഇത്ര ആഴമേറിയതല്ല. നമുക്കിപ്പോൾ നമ്മൾ പറയും എൻ്റെ അമ്മ എൻ്റെ സ്വന്തം അമ്മയാ, എൻ്റെ സ്വന്തം അപ്പനാ എന്നൊക്കെ നമ്മൾ പറയും. ചെറുപ്പത്തിൽ നമ്മളങ്ങനെ പറഞ്ഞു. എന്നാൽ അല്പം കൂടെ പ്രായമാകുമ്പോൾ അതിന് മറ്റവകാശികളുമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയും. എൻ്റെ അമ്മയാന്ന് പറയുമ്പോൾ, എൻ്റെ അപ്പനാന്ന് പറയുമ്പോൾ ഞങ്ങളുടെയും കൂടെ അപ്പനാണ്, ഞങ്ങളുടെയും കൂടെ അമ്മയാണെന്ന് പറയില്ലേ? സ്തോത്രം. ഇനി എൻ്റെ മക്കളെന്ന് പറയാൻ പറ്റുമോ? പെൺകുട്ടികളാണെങ്കിൽ അവരെ ഒരു വിവാഹമൊക്കെ കഴിച്ചു വിട്ടാൽ എൻ്റെ മകളെന്ന് പിന്നെ പറയാൻ പറ്റില്ല. എൻ്റെ ഭാര്യയാണെന്ന് പറയാൻ അപ്പുറത്ത് ആൾ നിൽക്കുക. സ്തോത്രം. എന്നാൽ പ്രിയരെ, ഭാര്യ ഭർത്തൃബന്ധം
അവസാനത്തോളം നിലനിൽക്കുന്ന ബന്ധം. അത് പകുതി കൊണ്ട് ഇട്ടേച്ചു പോകുന്ന ബന്ധമല്ല, പകുതി കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ബന്ധമല്ല. ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. സ്തോത്രം. അത് വിസ്മരിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ പവിത്രമായ ഒരു ദാമ്പത്യ ബന്ധത്തിൻ്റെ പരിപാവനതയിലാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് അവസാനത്തോളം ഇട്ടേച്ചു പോകാത്ത, മുപ്പരിച്ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഒരിക്കലും ഇട്ടേച്ചു പോകുന്ന ഒരു ബന്ധമല്ല ഭാര്യാഭർത്തൃ ബന്ധം. സ്തോത്രം. അങ്ങനെ ആഴമേറിയ കർത്താവും സഭയാകുന്ന മണവാട്ടിയുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തെ പ്രകടിപ്പിക്കുന്ന മനോഹരമായ ഒരു കാവ്യം, ഒരു പ്രേമകാവ്യം എന്ന് വേണമെങ്കിൽ പറയാം. 8 അധ്യായങ്ങൾ മാത്രമുള്ള ഈ ഗ്രന്ഥത്തിൽ സ്തോത്രം 15 വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട മൃഗങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ 21ഓളം വ്യത്യസ്തമായ സസ്യജാലങ്ങളെക്കുറിച്ച് ശലോമോൻ ഇതിനകത്ത് വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. സ്തോത്രം. മൃഗങ്ങളുടെയും ഉറുമ്പുകളുടെ വരെ ഭാഷകൾ ശലോമോൻ അറിയാമായിരുന്നു എന്ന് ഇസ്ലാം സഹോദരന്മാർ വിശ്വസിക്കുന്നു. സ്തോത്രം. എന്തായിരുന്നാലും പുതിയ നിയമത്തിൽ ഇതിൻ്റെ ഒരു ഉദ്ധരണി നമുക്ക് കാണുവാൻ കഴിയുകയില്ല. മാത്രവുമല്ല, ദൈവമെന്ന് രേഖപ്പെടുത്താത്ത 2 പുസ്തകങ്ങളിൽ ഒന്നാണ് ഉത്തമഗീതം, മറ്റൊന്ന് എസ്തേറിൻ്റെ പുസ്തകമാണ്. ഇങ്ങനെ ഒത്തിരി ആരംഭമായിട്ട് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് നമ്മളോടും പോയി ഇതിൻ്റെ ഉള്ളിലേക്ക്, വായിച്ച വാക്യത്തിലേക്ക് കടക്കാതെ എൻ്റെ സമയം അവസാനിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് വേഗം വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. നമ്മൾ വായിച്ചത് ഉത്തമഗീതം 8-ാം അധ്യായം 5-ാം വാക്യത്തിൻ്റെ ആദ്യത്തെ പകുതിയാണ് നമ്മൾ വായിച്ചത്. മരുഭൂമിയിൽ നിന്ന് തൻ്റെ പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോരിവൾ ആര്? സ്തോത്രം. മണവാളൻ തൻ്റെ കാന്തയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു പോകുന്ന ഒരു മനോഹരമായ ഒരു ദൃശ്യം നമ്മുടെ മനോമുഖരത്തിൽ ഒന്ന് തെളിഞ്ഞു വരട്ടെ. സ്തോത്രം. യാത്ര ചെയ്തു പോകുക ആര്? പ്രിയ. ഇതിലെയാണ് യാത്ര. മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു പോവുകയാണ് പ്രിയൻ്റെ പ്രിയയായവൾ. മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു പോവുക. ആമേൻ. പഴയൊരു പാട്ടുണ്ട്, പാട്ടുകാരൻ ഇങ്ങനെ പാടിയിരിക്കുന്നു: മരുവിൽ നിന്നു പ്രിയന്മേൽ ചാരി വരുന്നോരിവളാരുപോൽ. അല്ലേ? സ്തോത്രം. മരുവിൽ നിന്ന് പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് പ്രിയ വരികയാണ്. സ്തോത്രം. ഇതിലാ യാത്രയെന്നറിയാമോ? വാനത്തിൽ കൂടെ പോകുന്നേ ഞാനും സ്വന്തരാജ്യത്തിൽ ചെല്ലുവാൻ. യാത്ര വനത്തിൽ കൂടെയാണ്. സ്തോത്രം. മരുഭൂമിയിലൂടെയാണ് യാത്ര, വനത്തിൽ കൂടിയാണ് യാത്ര. ആരാണ് വനത്തിൽ കൂടി യാത്ര ചെയ്യുന്നത്? ആരാണ് കാനനത്തിലൂടെ യാത്ര ചെയ്യുന്നത്? ഹല്ലേലൂയ. സ്തോത്രം. പ്രിയയുടെ യാത്ര വനാന്തരങ്ങളിലൂടെയാ, പ്രിയയുടെ യാത്ര മരുഭൂമിയിലൂടെയാ. ഇന്ന് ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയരെ, സ്തോത്രം, കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, കർത്താവിൻ്റെ നാമത്തിൽ സ്തോത്രം ദൈവമക്കളായി അവകാശം പ്രാപിച്ച, അധികാരം പ്രാപിച്ച നമ്മുടെ യാത്ര മരുഭൂമിയിലൂടെയാണ്. അത് മറന്നു പോകണ്ട. വനാന്തരത്തിലൂടെയാണ് യാത്ര. സ്തോത്രം. താഴെ ആ പാട്ടുകാരൻ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: കൊടുങ്കാറ്റുണ്ടി വനദേശത്തൻ. അപ്പോൾ ഈ വനത്തിൽ കൊടുങ്കാറ്റുണ്ട്. ഈ വനത്തിൽ സ്തോത്രം അലർന്ന തിരമാലകളുണ്ട്, രോഗങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, വേദനകളുണ്ട്. ഇതെല്ലാമുള്ള ഈ വനാന്തരത്തിലൂടെ, ഈ മരുഭൂമിയിലൂടെ, സ്തോത്രം, വെള്ളമില്ലാത്ത മരുഭൂമിയിലൂടെ, വഴിയില്ലാത്ത മരുഭൂമിയിലൂടെ, മണലാരണ്യങ്ങളിൽ പതുങ്ങിക്കിടക്കുന്ന സ്തോത്രം വിഷജന്തുക്കളുള്ള ഈ മരുഭൂമിയിലൂടെ പ്രിയയായവൾ നടന്നു പോവുകയാണ് കേട്ടോ. ആമേൻ. പ്രിയരെ, നമ്മുടെ കഷ്ടങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ നിന്ദ, പരിഹാസം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മൾ ഒരുവൻ്റെ പ്രിയയാണ്. നമുക്കൊരു സ്വന്തം രാജ്യമുണ്ട്. നമ്മൾ അവിടേക്കുള്ള യാത്രക്കാരാണ്.
സ്തോത്രം. കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും വേദനയുടെയും നടുവിലൂടെ നാം നടന്നു പോകുന്നത് ആ സ്വന്തം ദേശത്തെ ചെന്നെത്തുവാൻ, കൊടുങ്കാറ്റിൻ്റെ നടുവിലൂടെ, പേമാരിയുടെ നടുവിലൂടെ, സ്തോത്രം, കഷ്ടങ്ങളുടെ പ്രയാസങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയരെ മറന്നു പോകണ്ട, ചാരുവാനൊരു തോളുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഒരു പ്രിയന്റെ മേൽ ചാരിക്കൊണ്ടാണ് ഈ കഷ്ടതകളുടെ നടുവിൽ, ഈ പ്രയാസങ്ങളുടെ നടുവിൽ, ഈ രോഗത്തിന്റെ നടുവിൽ മുമ്പോട്ട് കടന്നു പോകുമെന്ന് ഹല്ലേലൂയ നാം മറന്നു പോകണ്ട. അതുകൊണ്ട് ഭയപ്പെട്ട് നിൽക്കണ്ട. ഹല്ലേലൂയ. സ്തോത്ര. പ്രിയന്റെ മേൽ ചാരുവാൻ കിട്ടിയ ഭാഗ്യമോർത്തുകൊണ്ട് അവന്റെ ഹല്ലേലൂയ തോളിൽ ചാരിക്കൊണ്ട് സ്തോത്രം മുൻപോട്ട് കടന്നു പോകാൻ ഇന്ന് ഈ സന്ധ്യാസമയത്ത് നിങ്ങളെ ഞാൻ ഹല്ലേലൂയ സ്തോത്രം ഉത്സാഹിപ്പിക്കുക. പിന്നോട്ട് വലിക്കാൻ ഒത്തിരി പേരുണ്ടാകും, പുറകോട്ട് പിടിച്ചു നിർത്താൻ ഒത്തിരി പേരുണ്ടാകും. ഒരു തരിമ്പ് പോലും വിട്ടുകൊടുക്കണ്ട. ഹല്ലേലൂയ. നമ്മളൊരു ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ യാത്രയ്ക്കൊരു ലക്ഷ്യമുണ്ട്. നമുക്കായി കരുതി വെച്ചിരിക്കുന്ന ഒരു സ്വർഗരാജ്യം നമുക്കുണ്ട്. അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നത്. തിരുവചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ഇങ്ങനെ അനേക കഷ്ടങ്ങളോട് നാം സ്വർഗരാജ്യം അവകാശമാക്കേണ്ടതാണ്. ആമേൻ. മരുഭൂമിയിലൂടെ കടന്നു പോകുക ദൈവജനം. ആമേൻ. നമുക്കറിയാം, മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ നടന്നു വരിക, മരുഭൂമിയിലൂടെ നടന്നു വരിക. മരുഭൂമിയിലൂടെ നടന്നു വരുമ്പോൾ അവർക്ക് സ്തോത്രം വെള്ളമില്ല. സ്തോത്രം. ദൈവം അവരോട് മോശയോട് പറഞ്ഞു, ഞാൻ ആ പാറയുടെ മുകളിൽ നിൽക്കാം, നീ ആ പാറയെ അടിക്കണം. സ്തോത്രം. ആ പാറയെ അടിച്ചവർക്ക് വെള്ളം ലഭിക്കുവാനിടയായി തീർന്നു. കുഞ്ഞുകുട്ടികൾക്ക് പോലും പിടിക്കാൻ തക്കവണ്ണം സ്തോത്രം കാടപ്പക്ഷികൾ പറന്നിറങ്ങി അവരുടെ പാളയത്തെ മൂടി നിന്നു എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. മാത്രമല്ല, രാവിലെ കാലം സ്തോത്രം അവർക്ക് മഞ്ഞിൽ പൊതിഞ്ഞ് മനോഹരമായ ശക്തന്മാരുടെ ഭക്ഷണം ദൈവം നൽകി കൊടുക്കുവാനിടയായി തീർന്നു. തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു, നീണ്ട 40 വർഷം അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു പോയപ്പോൾ അവരുടെ വസ്ത്രം ജീർണിച്ചു പോയില്ല, അവരുടെ ചെരുപ്പ് തേഞ്ഞു തീർന്നില്ല, അവരുടെ കൊറ്റിന് മുട്ട് വന്നില്ല എന്ന് തിരുവചനത്തിൽ പറയുന്നു. എന്താണ് പ്രിയരെ കാര്യം? ഹല്ലേലൂയ. സ്തോത്രം. അവരെ താങ്ങുവാൻ, അവരെ കരുതുവാൻ, അവരുടെ ആവശ്യങ്ങൾ കൂടെ നിൽക്കുവാൻ ഹല്ലേലൂയ മേഘത്തണലായും അഗ്നിസ്തംഭമായും അവരോടുകൂടി സഞ്ചരിച്ച ഒരു നല്ല ദൈവമുണ്ട് കേട്ടോ. ആ ദൈവം ഇന്നും നമ്മോടുകൂടി സഞ്ചരിക്കുക. ആമേൻ. സ്തോത്രം. പ്രിയന്റെ മേൽ ചാരിക്കൊണ്ടുവരുന്ന ഈ സുന്ദരിയെ സ്തോത്രം പാട്ടുകാരൻ ഒത്തിരി വർണ്ണിച്ചിട്ടുണ്ട്. പ്രിയയുടെ സൗന്ദര്യം ഈ ലോകവേലേറ്റതാ പാടിത്തളർന്നീടിലും, അല്ലേ? സ്തോത്രം. തിരുവചനത്തിനകത്ത് എഴുതിയിരിക്കുക, ഉത്തമഗീതത്തിൽ എഴുതിയിരിക്കാൻ കറുത്തവളെങ്കിലും. ആമേൻ. ഒത്തിരി കാന്തിയെക്കുറിച്ച് ഒത്തിരി മനോഹര വർണ്ണനകൾ നമുക്ക് കാണുവാൻ കഴിയും. ഷാരോനിലെ പനിനീർപ്പുവാണ്, താഴ്വരയിലെ താമരയാണ്, മുള്ളുകൾക്കിടയിലാണ് കാന്ത വസിക്കുന്നത്. ആമേൻ. കേദാര കൂടാരങ്ങളെക്കാളും സോളമന്റെ തിരുശീലകളെക്കാളും ശോഭയുള്ളവളാണ് ഈ പ്രിയന്റെ പ്രിയ കാന്തയെന്ന് ഉത്തമഗീതത്തിൽ സ്തോത്രം ശലോമോൻ എഴുതി വെക്കുക. ഇത്രയും ഭംഗിയുള്ള, കറുത്തതാണെങ്കിലും ഇത്രയും ഭംഗിയുള്ള ഈ പ്രിയയുടെ കാന്തനെ കുറിച്ച് 4-ാം അധ്യായം സ്തോത്രം 5-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങളിൽ യെരുശലേം കന്യകമാർ ചോദിക്കുകയാണ്. സ്തോത്രം. ഈ ഇടയപ്പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, ഈ കറുത്തവളായ ഈ കാന്തിയോട് ചോദിക്കുകയാണ്. സ്തോത്രം. അനേക പ്രിയന്മാരുണ്ട്, നിന്റെ പ്രിയൻ എന്താ ഇത്രയും പ്രത്യേകത? നിന്റെ പ്രിയൻ എന്താണ് ഇത്ര വിശേഷത? അവള് പറയാണ്, എൻ്റെ പ്രിയനോ അവൻ വെണ്മയും ചുമപ്പുമുള്ളവൻ, 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠൻ തന്നെ. സ്തോത്രം. പ്രിയരെ, ഇന്ന് ഈ സന്ധ്യാകുന്ന ഈ സമയത്ത് നമ്മുടെ പ്രിയന്റെ ഹല്ലേലൂയ മനോഹാരിതയൊന്ന് വർണ്ണിക്കുവാൻ, അവൻ്റെ വെണ്മയെക്കുറിച്ച്, അവൻ്റെ ഹല്ലേലൂയ ചുവപ്പിനെ കുറിച്ച് ഹല്ലേലൂയ ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഒന്ന് വർണ്ണിക്കുവാൻ ഒരവസരം കിട്ടിയാൽ സ്തോത്രം നമുക്കതാണ് ഏറ്റവും ഭാഗ്യം. മരുഭൂമിയിലൂടെ നടന്നു പോവുകയാണ്. സ്തോത്രം. കൊടുങ്കാറ്റുണ്ട്. സ്തോത്രം. ഹിംസ്രജന്തുക്കളുണ്ട്. കൊടുങ്കാറ്റിൽ ഹിംസ്രജന്തുക്കളുണ്ട്. സ്തോത്രം. പിടിച്ചെടുക്കുവാൻ അനേകരുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ഇടയിൽ നിന്ന് വളരെ വിദഗ്ധമായി രക്ഷപ്പെടുത്തിക്കൊണ്ട് ഈ പ്രിയയുമായി കാന്തൻ കടന്നു പോവുകയാണ് കേട്ടോ. ആമേൻ. കാന്തൻ കടന്നു പോവുകയാണ്. സ്തോത്രം. ഹോശേയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. ഹോശേയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ.
അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഹോർ താഴ്വരയെയും കൊടുക്കും. ആമേൻ. മരുഭൂമിയിൽ എന്തുണ്ട്? സ്തോത്രം, പ്രിയന്റെ മനോഹര ശബ്ദമുണ്ട്. എവിടെ വെച്ചാ പ്രിയൻ ഹൃദ്യമായി സംസാരിക്കുന്നതെന്ന് അറിയാമോ? സ്തോത്രം, ആൾക്കൂട്ടത്തിന്റെ നടുവിൽ വെച്ചല്ല പ്രിയൻ സ്തോത്രം ഹൃദ്യമായി സംസാരിക്കുന്നത്. ആൾപ്പെരുപ്പത്തിന്റെ ഇടയിലല്ല പ്രിയൻ സംസാരിക്കുന്നത്. സ്തോത്രം, എപ്പോഴാ പ്രിയൻ ഹൃദ്യമായി സംസാരിക്കുന്നതെന്ന് അറിയാമോ? സ്തോത്രം, മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ. അല്ലെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സന്ധ്യാസമയത്ത് നിങ്ങളോട് ഞാൻ ദൂത് വിളിച്ചു പറയാം. ഹല്ലേലൂയ. നിങ്ങളൊരു ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. നിങ്ങൾ മരുഭൂമിയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഇല്ലായ്മയുടെ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു. വേദനയുടെ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു. രോഗത്താൽ ഭാരപ്പെട്ട് നിങ്ങൾ മുമ്പോട്ട് കടന്നു പോകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയരെ, നിങ്ങളോട് ഹൃദയമായി സംസാരിക്കാം. ഹല്ലേലൂയ. എൻ്റെ പ്രിയൻ നിങ്ങളുടെ അടുക്കലുണ്ട്. എപ്പോഴാണ് പ്രിയൻ സംസാരിക്കുന്നത്? വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന്, മരുഭൂമിയുടെ അനുഭവത്തിലൂടെ, ആരുമില്ലാത്ത അനുഭവത്തിലൂടെ, ഒന്നുമില്ലാത്ത അനുഭവത്തിലൂടെ. ഹല്ലേലൂയ. സ്തോത്രം. നോക്കുവാൻ, പ്രതീക്ഷിക്കാൻ, പ്രത്യാശിക്കുവാൻ ഒന്നുമില്ല, ആശ്രയിക്കുവാൻ ആരുമില്ല. ഒന്നുണ്ട് കേട്ടോ, പ്രിയന്റെ വിശാലമായ തോള്, അവന്റെ തോളിൽ ചാരിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ദൈവവൈതലേ, സ്തോത്രം, ഭയപ്പെടാൻ ഒന്നുമില്ല. സ്തോത്രം. അപ്പൻ മറന്നാലും, അമ്മ മറന്നാലും, സഹോദരങ്ങൾ മറന്നാലും, കൂട്ടുകാർ മറന്നാലും, കൂട്ടുവിശ്വാസികൾ ഒറ്റപ്പെടുത്തിക്കളഞ്ഞാലും, പ്രിയരെ, സ്തോത്രം, ഈ പ്രിയന്റെ തോളിൽ ചാരിക്കൊണ്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നമ്മെ, സ്തോത്രം, തുറമുഖത്തെത്തിക്കുവാൻ വിശ്വസ്തനായ ഒരു പ്രിയന്റെ തോളിലാണ് നമ്മൾ ചാരിയിരിക്കുന്നത്. ഭയപ്പെട്ടു പോകണ്ട. ഹല്ലേലൂയ. ഭാരപ്പെട്ടു പോകണ്ട. ഹല്ലേലൂയ. മടുത്തു പോകണ്ട. നിരാശപ്പെട്ടു പോകണ്ട. ഹല്ലേലൂയ. സ്തോത്രം. അവൻ നമ്മെ കൈപിടിച്ച് നടത്തുന്ന ദൈവമാണ്. അവൻ ശത്രുവിന്റെ കയ്യിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. സ്തോത്രം. അവനിൽ വിശ്വസിക്കുന്നവരെ ഒരു നാളും കൈവിടാത്ത ഒരു നല്ല ദൈവത്തെയാണ് നാം പ്രത്യാശിച്ച് അവന്റെ പിന്നാലെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഹല്ലേലൂയ. മരുഭൂമിയുടെ അനുഭവം ഉണ്ടെന്നോർത്ത് ഭയപ്പെട്ടു പോകണ്ട. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ പറയുകയാണ്, പ്രത്യാശയുടെ വാതിലായ ആഹോർ താഴ്വരയെയും മുന്തിരിത്തോട്ടങ്ങളെയും ഈ മരുഭൂമിയുടെ അനുഭവത്തിൽ നമുക്ക് നൽകിത്തരുവാൻ കഴിയുന്ന ഒരു നല്ല ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. മരുഭൂമിയുടെ അനുഭവത്തിലും മുന്തിരിത്തോട്ടത്തിന്റെ അനുഭവം നൽകിത്തരുവാൻ കഴിയുന്ന ഒരു നല്ല ദൈവം. ഇത്ര നല്ല ദൈവം വേറെ എവിടെയുണ്ട്? ഇതുപോലെ നമ്മളോട് വാഗ്ദാനം ചെയ്തൊരു ദൈവം വേറെ എവിടെയുണ്ട്? ആമേൻ. സ്തോത്രം. നിങ്ങളെ ഞാൻ ഒരു നാളും അനാഥരായി വിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ലെന്ന് പറഞ്ഞ ഏതൊരു ദൈവമുണ്ട് ഈ ലോകത്ത്? സ്തോത്രം. അത് നസ്രനായ യേശു അല്ലാതെ മറ്റൊരു ദൈവം, ഹല്ലേലൂയ, ഇത്ര മനോഹരമായ സ്തോത്രം വാഗ്ദാനങ്ങൾ ചെയ്ത് നമ്മെ ധൈര്യപ്പെടുത്തിയിട്ടില്ല. ആമേൻ. മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. സ്തോത്രം. എന്നിട്ടും പ്രിയയ്ക്ക് യാതൊരു ഭയവുമില്ലാത്ത എന്താണെന്ന് അറിയാമോ? തോളുവാൻ ചാരുവാൻ ഒരു തോൾ അവൾക്കുണ്ട്. അവൾ പ്രിയന്റെ മേൽ ചാരി അവൾ പോകുന്നത്. സ്തോത്രം. പ്രിയന്റെ മേൽ ചാരി പോകുമ്പോൾ പ്രിയയെ മാത്രമല്ല നോക്കുന്നവര് കാണേണ്ടത്. സ്തോത്രം. ആ പ്രിയനെയും കൂടി ഒന്ന് കാണണം. പൗലോസ് പറഞ്ഞില്ലേ, ഞങ്ങളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം. പ്രിയനെ വെളിപ്പെടുത്താൻ വേണ്ടിയാ നമ്മൾ അവൻ്റെ തോളിൽ ചാരിയിരിക്കുന്നത്. നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം. നമ്മളോട് ഇടപെടുന്നവർ ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയണം. അങ്ങനെ ചിലർ ഈ പ്രിയനെ സ്വന്തം നാഥനും രക്ഷകനുമായി സ്വീകരിക്കുവാൻ ഇടയായിത്തീരുന്നു. അതാണ് നമ്മുടെ സ്തോത്രം ഉത്തരവാദിത്വം. സ്തോത്രം. അപ്പോൾ ആഹോർ താഴ്വരയെയും പ്രത്യാശയുടെ വാതിലായ ആഹോർ താഴ്വരയെയും എപ്പോഴാണ് കൊടുക്കുന്നത്? ഏറ്റവും വരണ്ട ദേശത്ത്. മരുഭൂമി എന്ന് പറഞ്ഞാൽ വരണ്ട ദേശം. സ്തോത്രം. വെള്ളമില്ലാത്ത, ഒത്തിരി പ്രതിസന്ധികളുള്ള, ഒത്തിരി മരുഭൂമിയെക്കുറിച്ച് ഒത്തിരി വിശദീകരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. സ്തോത്രം. വരണ്ട ദേശം, ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ദേശം, അല്ലെങ്കിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ. അത് രോഗമാകാം, സാമ്പത്തിക പ്രശ്നങ്ങളാകാം, സ്തോത്രം, അങ്ങനെ പലതുമാകാം. ആ വരണ്ട സ്ഥലത്ത്, ആ വരണ്ട സാഹചര്യത്തിൽ, ആ മരുഭൂമിയുടെ അനുഭവത്തിൽ കടന്നു പോകുമ്പോൾ സ്തോത്രം മുന്തിരിത്തോട്ടങ്ങൾ നൽകിത്തരാമെന്ന് വാഗ്ദത്തം ചെയ്തൊരു നല്ല ദൈവം.
സ്തോത്രം. സംഖ്യാപുസ്തകം 14 അധ്യായം 22 വാക്യത്തിൽ നമുക്ക് കാണാം, വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. മരുഭൂമിയിൽ ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവത്തെക്കുറിച്ച് നമുക്ക് അവിടെ വായിച്ചറിയുവാൻ കഴിയും. പ്രിയരെ, ഈ മരുഭൂമിയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ അത്ഭുതം ചെയ്ത് സ്തോത്രം നമ്മുടെ ആവശ്യങ്ങളെ നടത്തിത്തരുന്ന ഒരു നല്ല ദൈവമുണ്ട്. ആമേൻ. ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് വിശദീകരിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. ഒത്തിരി അനുഭവങ്ങൾ പ്രിയരെ, മരുഭൂമിയുടെ അനുഭവത്തിലൂടെ അല്ലെങ്കിൽ ആരെയും നോക്കുവാനില്ലാതെ, ആരും എന്നെയും നോക്കുവാനില്ലാതെ ഒറ്റപ്പെട്ട അനുഭവത്തിലൂടെ കടന്നുപോയ സ്തോത്രം അനവധി വർഷങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ആമേൻ. 1.5 വയസ്സുള്ള കുഞ്ഞിനെ കയ്യിൽ പിടിച്ച്, ആമേൻ, ഗർഭിണിയായ ഭാര്യയുമായി ഒരു ദേശത്തു നിന്ന് മറ്റൊരു ദേശത്തേക്ക് സ്തോത്രം ഓടി രക്ഷപ്പെടുന്ന പോലെ ഓടി രക്ഷപ്പെട്ടപ്പോൾ എന്നെ സഹായിച്ച, മരുഭൂമിയിൽ ഒരു തോൾ എനിക്ക് നൽകിത്തന്ന് എന്നെ നിലനിർത്തിയ, എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോൾ, പെറ്റമ്മ പോലും ഉപേക്ഷിച്ച് കളഞ്ഞപ്പോൾ, മകനെ മകളെ ഞാനുണ്ടെന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് നിർത്തിയ ഒരു നല്ല ദൈവത്തെയാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സാക്ഷീകരിക്കുന്നത്. അതുകൊണ്ട് ഈ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങളോട് ഞാൻ അസന്നിഗ്ധമായി വിളിച്ചു പറയും, ഹല്ലേലൂയ, ചാരുവാൻ ഇത്രയും നല്ലൊരു തോള് വേറെ ഇല്ല കേട്ടോ. ഇത്രയും നല്ല ഒരു മാറ്, ചാരി ആശ്വസിക്കാൻ പറ്റിയ ഒരു മാറ് വേറൊരിടത്തില്ലെന്ന് ഹല്ലേലൂയ എൻ്റെ അനുഭവത്തിലൂടെ പറയും. ഈ പ്രിയൻ ദാനം ചെയ്ത ജീവിതമായത്. 2013 അപ്പൻഡിക്സ് പഴുത്ത് പൊട്ടി 1.5 ദിവസം കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഇത് മുഖം മൂടി ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറഞ്ഞ ഇടത്ത് നിന്ന് 4 ദിവസം മരിച്ചു മരണാസന്നനായി തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഹല്ലേലൂയ മരിച്ചു പോകുമെന്നോർത്ത് ഹല്ലേലൂയ സ്തോത്രം മരിച്ച അവസ്ഥയിൽ കിടന്ന ഒരു നാള് എൻ്റെ ജീവിതത്തിലുണ്ട്. ആമേൻ. എനിക്കെൻ്റെ കുഞ്ഞുങ്ങളെ കാണുവാൻ കഴിയുകയില്ല. എനിക്കെൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ കഴിയുകയില്ല. എനിക്കെൻ്റെ പ്രിയപ്പെട്ടവളെ എനിക്ക് കാണാൻ കഴിയുകയില്ല. എൻ്റെ ബന്ധുക്കളോ ബന്ധുമിത്രങ്ങളെ എനിക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് സ്ട്രെച്ചറിൽ കടന്നു പോകുമ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി ഒരിക്കലും ഞാൻ ജീവനോടെ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തു വരില്ലെന്ന് തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യനാണ് ഞാൻ. എന്നാൽ ഹല്ലേലൂയ 4-ാമത്തെ ദിവസം രാത്രിയിൽ ദൈവം എനിക്ക് ദർശനം നൽകി. ഹല്ലേലൂയ, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് യഹോവയ്ക്കുള്ളതാകുന്നുവെന്ന് വചനം എനിക്ക് എഴുതിക്കാട്ടി. ഹല്ലേലൂയ, ചില ദർശനങ്ങൾ നൽകി, ചില വെളിപ്പാടുകൾ നൽകി. ഹല്ലേലൂയ, സ്തോത്രം, എന്നെ ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവന്ന ഒരു നല്ല ദൈവമുണ്ട് കേട്ടോ. മരുഭൂമിയുടെ അനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയി. ഒന്നുമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നുപോയി. ആരുമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നുപോയി. അവിടെയെല്ലാം ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം എന്നോടുകൂടെ ഇരുന്നു. ഹൃദ്യമായി എന്നോട് ദൈവം സംസാരിച്ചു കൊണ്ടിരുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് ഇന്നീ ഉച്ച കഴിഞ്ഞ സമയത്ത് വളരെ സന്തോഷത്തോടെ ഹല്ലേലൂയ നിങ്ങളോട് ഞാൻ വിളിച്ചു പറയുന്നത്, നമുക്ക് ചാരുവാൻ പ്രയാസങ്ങളുണ്ടാകട്ടെ, പ്രതിസന്ധികളുണ്ടാകട്ടെ, രോഗങ്ങളുണ്ടാകട്ടെ, അവയുടെ നടുവിൽ നമുക്ക് ചാരുവാൻ ഒരു പ്രിയനുണ്ട് കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ആരും നമ്മളെ തള്ളിക്കളഞ്ഞാലും, അമ്മ മറന്നുപോകും, അപ്പൻ മറന്നുപോകും, സഹോദരങ്ങൾ മറന്നുപോകും, സ്തോത്രം, മക്കൾ മറന്നുപോയെന്നിരിക്കാം. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം, നമ്മളെ ഒരു നാളും മറന്നുപോകാത്ത, നമ്മളെ ഒരു നാളും കൈവിടാത്ത, നമ്മളെ ഒരു നാളും ഉപേക്ഷിക്കാത്ത ഒരു നല്ല ദൈവം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ വാക്യവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നത്. എൻ്റെ സാക്ഷിയൊക്കെ പറഞ്ഞു പോകണമെന്നുണ്ട്, ഒത്തിരി സമയം ഹല്ലേലൂയ മുമ്പോട്ട് പോകും. അതുകൊണ്ട് ഹല്ലേലൂയ വേഗം അടുത്ത ഭാഗത്തേക്ക് വരിക. ആവർത്തന പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: മരുഭൂമിയിൽ സഞ്ചരിച്ചു പോകുന്ന ജനത്തെ ദൈവമറിയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്താ അർത്ഥം? പ്രിയരെ, നമ്മൾ എതിലെയാ യാത്ര ചെയ്തു പോകുന്നതെന്ന് അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന്. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. ഏലിയാവിനെ ഒന്ന് ശ്രദ്ധിച്ചേ, പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. ഏലിയാവിനെ ഒന്ന് ശ്രദ്ധിച്ചേ. ദുഷ്ടനായ ആഹാബിന്റെ മുഖത്തിന് നേരെ വിരൽ ചൂണ്ടി, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഞ്ഞും മഴയും പെയ്യുകയില്ലെന്ന് ആഹാബിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് ഒരു കൊടുങ്കാറ്റ് പോലെ കൊട്ടാരം വിട്ട് പുറത്തേക്ക് പോയ സ്തോത്രം, ഏലിയാവിനെ സ്തോത്രം ദൈവം സംരക്ഷിച്ചു, ദൈവം സൂക്ഷിച്ചു.
വചനം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ അവിടെയൊക്കെ വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആഹാബും കൂട്ടരും സ്തോത്രം ദേശം മുഴുവനും ആൾക്കാരെ വിട്ടു. ഏലിയാവ് എവിടെയാണെന്ന് അറിയേണ്ടതിന് സ്തോത്രം ആൾക്കാരെ വിട്ടു. അവർക്ക് ഏലിയാവ് എവിടെയാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയാതിരിക്കെ ദൂത് കൊടുത്ത് വിട്ടവൻ മറന്നില്ല കേട്ടോ. ദൂത് കൊടുത്ത് വിട്ടവൻ ഏലിയാവ് വിശന്നിരിക്കുവാൻ അനുവദിച്ചില്ല. അവൻ ആവശ്യമായ ഭക്ഷണം ദൈവം എത്തിച്ചു കൊടുത്തു. അവന് മുമ്പോട്ട് പോകാനുള്ള വഴികൾ ദൈവം തുറന്നു കൊടുത്തു. പേടിക്കണ്ട കേട്ടോ. ആമേൻ. ഈ ദൈവത്തെയാണ് സേവിക്കുന്നതെങ്കിൽ, ഈ ദൈവത്തെയാണ് വിളിക്കുന്നതെങ്കിൽ, ഈ ദൈവത്തിൻ്റെ തോളിലാണ് ചാരി നിൽക്കുന്നതെങ്കിൽ, ഹല്ലേലൂയ, നാം പരാജയപ്പെട്ടു പോകില്ല. നമ്മളെ എത്തേണ്ടടുത്ത് എത്തിക്കുവാൻ അവൻ വിശ്വസ്തനാകട്ടോ. നാം എവിടെയായി ആയിരിക്കുന്നതെന്ന്, നമ്മൾ എതിലെയാ സഞ്ചരിക്കുന്നതെന്ന്, ഏത് മരുഭൂമിയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നതെങ്കിൽ, ഏത് രോഗാവസ്ഥയിലൂടെയാണ് നാം കടന്നു പോകുന്നത്, ഏത് സാമ്പത്തികമായ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് തിരിച്ചറിയുന്ന ഒരു നല്ല ദൈവമുണ്ട്. തിരിച്ചറിയുക മാത്രമല്ല, അതിന് പ്രതിവിധി നൽകി തരുന്ന ഒരു നല്ല ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പ്രിയരെ, സ്തോത്രം. അതുകൊണ്ട് ഭയപ്പെട്ടു പോകണ്ട. സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്ക് പ്രതികൂലമായിരിക്കും. മുമ്പോട്ട് നോക്കുമ്പോൾ ശൂന്യത മാത്രം കണ്ടെന്നിരിക്കും. നാളെ എന്ത് ചെയ്യും? എങ്ങനെ മുമ്പോട്ട് പോകും? നാളെ എന്ത് കഴിക്കും? നാളെ എന്തുടുക്കും? കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കും? ഇതൊക്കെ നമ്മുടെ മുമ്പിൽ വലിയ ചോദ്യചിഹ്നങ്ങളാണ്. എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയട്ടെ. അവൻ്റെ ഇഷ്ടമനുസരിച്ച് അങ്ങ് നിന്നാൽ മതി, കാര്യങ്ങൾ നല്ല വളരെ ഭംഗിയായി പോകും. ഞാൻ 2 സ്റ്റുഡിയോ ഒരേ സമയത്ത് നടത്തിക്കൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. 2 സ്റ്റുഡിയോ. സ്തോത്രം. ആ സ്റ്റുഡിയോ 10,000-15,000 രൂപയുടെ വർക്കുകൾ ഒരു ദിവസം ചെയ്തുകൊണ്ടിരുന്ന ഞാൻ, സ്തോത്രം, പലപ്പോഴും എൻ്റെ കറണ്ട് ബില്ലടയ്ക്കാനിട്ട് ഫീസ് ഊരേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സ്തോത്രം പ്രിയരെ, ഈ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഈ വചനം പഠിക്കുവാൻ വേണ്ടി പുറപ്പെട്ട അന്ന് തുടങ്ങി ഇന്ന് വരെ, ഹല്ലേലൂയ, എൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു പ്രതിസന്ധിയും ഉണ്ടായിട്ടില്ല. എൻ്റെ 2 കുഞ്ഞുങ്ങൾ ഭംഗിയായി പഠിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ദൈവം എനിക്ക് ആവശ്യമായതെല്ലാം നൽകി തരിക. എന്താ കാരണം? ചാരിയിരിക്കുന്നത്. സ്തോത്രം. എന്നും കൂടെ നിൽക്കാമെന്നും ഒരു നാൾ ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞതും, സ്തോത്രം, എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കാമെന്നും പറഞ്ഞ് ഒരുവൻ്റെ തോളിലാണ് ചാരിയിരിക്കുന്നത്. അതുകൊണ്ട് അവനറിയാം തൻ്റെ ഭക്തൻ എന്താണ് ആവശ്യമെന്ന്. തൻ്റെ ഭക്തൻ്റെ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞ് അവന് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു നല്ല ദൈവമുണ്ട്. സ്തോത്രം. വേഗം മുമ്പോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം പറയുകയാണ്, 39-ാം അധ്യായം 43-ന്റെ 19-ാം അധ്യായം വാക്യം പറയുകയാണ്, മരുഭൂമിയിൽ വഴിയൊരുക്കുന്ന ദൈവമുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും വഴിയടഞ്ഞു നിൽക്കുന്ന, നാളെ എന്ത് ചെയ്യണം, ആമേൻ, അല്ലെങ്കിൽ എങ്ങനെ മുമ്പോട്ട് പോകണം എന്ന നിശ്ചയമില്ലാതിരിക്കുന്നെങ്കിൽ, ഈ മരുഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ കഴിയുന്ന ഒരു നല്ല ദൈവമുണ്ടെന്ന് ആഴത്തിൽ വിശ്വസിച്ചാൽ, ഇപ്പോൾ ഈ സമയം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. ആമേൻ. സ്തോത്രം. യെശയ്യാവിന്റെ പുസ്തകം 51-ാം അധ്യായം 3-ാം വാക്യം പറയുക, മരുഭൂമിയെ അവൻ മലർവാടിയാക്കും. ഈ മരുഭൂമിയുടെ നടുവിൽ അതിനെ മലർവാടിയാക്കി തീർക്കുവാൻ കഴിയുന്ന ഒരു നല്ല ദൈവം. ആമേൻ. സ്തോത്രം. യിരെമ്യാവിന്റെ പുസ്തകത്തിലേക്ക് കടന്നാൽ 31-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ പറയുകയാണ്, മരുഭൂമിയിൽ കൃപയുണ്ട്. പ്രിയരെ, ഈ മരുഭൂമിയിലെ കൃപ പ്രാപിക്കേണ്ടത്. എന്തൊരു കൃപ! ക്ഷമിക്കാനുള്ള കൃപ, സഹിക്കാനുള്ള കൃപ, സ്തോത്രം, മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കൃപയെല്ലാം നമുക്ക് ലഭിക്കുന്നത് ഈ മരുഭൂമിയുടെ അനുഭവത്തിലാണ്. സ്തോത്രം. നോക്കുവാനൊന്നുമില്ലല്ലോ, നഷ്ടപ്പെടുവാനൊന്നുമില്ലല്ലോ. നോക്കുവാൻ കർത്താവിൻ്റെ മുഖമല്ലാതെ, പ്രിയൻ്റെ ചാരുവാൻ പ്രിയൻ്റെ തോളല്ലാതെ മറ്റൊന്നുമില്ലല്ലോ. എല്ലാവരെയും സ്നേഹിക്കാം, എല്ലാവരും ഈ പ്രിയനെക്കുറിച്ച് പറയാം. സ്തോത്രം. മരുഭൂമിയെ മലർവാടിയാക്കുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. മാത്രവുമല്ല, അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്കറിയാം, 7-ാം അധ്യായം അതിൻ്റെ 30-31 വാക്യങ്ങളിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, മരുഭൂമിയിൽ
ദർശനങ്ങളുണ്ട്. മരുഭൂമിയിൽ ദർശനങ്ങളുണ്ട്. സ്തോത്രം. പ്രിയരെ, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുക. നമ്മയൊക്കെ ദൈവം വിളിച്ചപ്പോൾ നമുക്കൊരു ദർശനം അവൻ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളോടൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ആ ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. അത് ഹല്ലേലൂയ, സ്തോത്രം, സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് വരും നിശ്ചയമെന്ന് അല്ലെങ്കിൽ തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമ്മളോട് ഹല്ലേലൂയ ദൈവം ഒരു ദൈവിക ദൂത് നൽകി തന്നിട്ടുണ്ടെങ്കിൽ അത് ഉവ്വ് ഉവ്വ് എന്ന് തന്നെയാണ്. അത് നമ്മൾ പ്രാപിക്കുക തന്നെ ചെയ്യും. നമ്മളത് അനുഭവിക്കുവാൻ ദൈവം വിശ്വസ്തൻ. അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം. പ്രിയരെ, നമ്മൾക്ക് ചാരുവാൻ ഒരു പ്രിയനുണ്ട്. സ്തോത്രം. നമുക്ക് ചേർത്ത് പിടിക്കുവാൻ, നമ്മുടെ ആവലാതി പറയുവാൻ, നമുക്ക് ഹല്ലേലൂയ നമ്മുടെ ആവശ്യങ്ങളെ പറഞ്ഞു കൊടുക്കുവാൻ, പങ്കുവെക്കുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് നല്ലൊരു പ്രിയനുണ്ട് കേട്ടോ. അവൻ നമ്മെ ഹല്ലേലൂയ, സ്തോത്രം, നമ്മളെ ഹൃദ്യമായി നമ്മോട് സംസാരിക്കും. ഹൃദ്യമായി നമ്മുടെ ആവശ്യങ്ങളെ അറിയും. ഹൃദ്യമായി നമുക്ക് അവനത് നൽകിത്തരുവാൻ വിശ്വസ്തനായ ഒരു നല്ല ദൈവം നമുക്കുണ്ട്. അതുകൊണ്ടാണ് സ്തോത്രം പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്: അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ഈ അഴലേറിയ ജീവിതമരുവിൽ ഹല്ലേലൂയ തളർന്നു പോകണ്ട. സ്തോത്രം. മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നമുക്കില്ലയോ? കരുതും നിനക്കവൻ വേണ്ടതെല്ലാം, തളരാതെ യാത്ര തുടർന്നിടുക. അതുകൊണ്ട് മരുഭൂമിയുടെ അനുഭവത്തിലായിക്കോട്ടെ, രോഗത്തിൻ്റെ അനുഭവത്തിലായിക്കോട്ടെ, കഷ്ടതയുടെ അനുഭവത്തിലൂടെ ആയിക്കോട്ടെ, പ്രിയരെ, തളർന്നു പോകണ്ട. സ്തോത്രം. താങ്ങുവാൻ ഒരു പൊന്നുകരമുണ്ട് കേട്ടോ. ഹല്ലേലൂയ, ഒരു പൊൻകരം നമ്മളെ താങ്ങുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ശക്തന്മാരിൽ ശക്തനാ, ജ്ഞാനികളിൽ ജ്ഞാനിയ. എന്താണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് നമ്മൾ ചോദിക്കുന്ന മുമ്പേ നമ്മൾക്ക് തിരിച്ചറിഞ്ഞ് അത് നമുക്ക് നൽകിത്തരുന്ന ഒരു നല്ല ദൈവത്തിന്റെ പിന്നാലെയാണ് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. മടുത്തു പോകണ്ട. ഹല്ലേലൂയ, ക്ഷീണിച്ചു പോകണ്ട. സ്തോത്രം. അതുകൊണ്ട് നമുക്കിന്ന് പകൽക്കാലം ദൈവസന്നിധിയിലേക്ക് നമുക്കൊരു പുതിയ തീരുമാനത്തോടെ, ഈ കഷ്ടതയുടെ നടുവിൽ പിറുപിറുക്കാതെ, ഈ മരുഭൂമിയുടെ അവസ്ഥകളിൽ കുറ്റം പറയാതെ, ആരോടും പരിഭവം പറയാതെ, ആ പ്രിയന്റെ മാറിലേക്ക് ചാരിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ആ കൊടുങ്കാറ്റിലൂടെ കടന്നു പോകുമ്പോൾ, പെരുങ്കാറ്റിലൂടെ കടന്നു പോകുമ്പോൾ, വേദനയിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുമ്പോൾ, ഏകാന്തതയിലൂടെ കടന്നു പോകുമ്പോൾ, മറ്റുള്ളവരെ നമ്മൾ ഒറ്റപ്പെടുത്തുമ്പോൾ നമ്മളോട് ചാരി നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആ നല്ല സ്നാതനെ ഹല്ലേലൂയ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് അവന്റെ മാറിൽ ചാരി നമുക്ക് മുമ്പോട്ട് പോകാം. ഈ വചനങ്ങളാൽ ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം അനുവദിച്ച സ്തോത്രം. പ്രിയപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മാറാ നാഥ.